Sir, the review petition, your amma. സത്യം പറഞ്ഞ DMK-കാരും TVK-കാരും എന്ന് വേണ്ട മൊത്തം തമിഴന്മാർ ലോകവ്യാപകമായിട്ട് ആഘോഷിക്കണി ബ്രിട്ടാസ് എന്ന് പറഞ്ഞ പൊട്ടൻ തമ്പിദുരൈ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വലിയ ലീഡർ കൊടുത്ത തലക്കെട്ടൊരു കിഴക്ക്. വിപരീതകാലേ വിനാശബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമ്മളെ കേട്ടുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്. പഴഞ്ചൊല്ല് അങ്ങനെയായിരുന്നു. പ്രൊഫസർ PC കറുത്ത എഴുതിയ പഴഞ്ചൊൽ പ്രപഞ്ചം എന്ന പുസ്തകത്തിലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നെ കാണുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വേണം എന്ന് തോന്നിയുകൊണ്ട് ഇത് അല്പം ഒന്ന് ചൊറിച്ച് മല്ലിയത് മഹാപണ്ഡിതനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായുള്ള സഖാവ് മറിയൻ അലക്സാണ്ടർ ബേബിയാണ്. നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം എന്നും ഉണ്ട് ഒരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ലില്ല. ബേബി സഖാവ് കാര്യം പ്രായമായി തലയും താടിയൊക്കെ നരച്ചു. ഗണ്യമായൊരു ഭാഗം കഷണ്ടിയുമായെങ്കിലും ആള് കുസൃതിക്കാരനാണ്. പുള്ളിയുടെ ഒരു ബേബിത്തം മാറിയില്ല. അതുകൊണ്ട് ഈ പഴഞ്ചൊല്ല് അല്പം ഒന്ന് പരിഷ്കരിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ചൊറിച്ച് മല്ലാൻ പുള്ളി തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിപരീത കാലമാണ്, അതുകൊണ്ട് അവർക്ക് വിനാശ ബുദ്ധിയാണ് തോന്നുന്നത്. അത് കേട്ട് കുറച്ച് പേര് ചിരിച്ചു, വേറെ കുറച്ച് പേര് ആകെ അസ്വസ്ഥരായി, വേറെ കുറച്ച് പേര് ഈ പുള്ളിക്ക് എന്ത് പറ്റി എന്ന് അത്ഭുതം. ഞാനിത് പറഞ്ഞത് ബേബിയെ ഉദ്ദേശിച്ച് മാത്രമല്ല, ബേബിയുടെ പാർട്ടിയിലെ മറ്റൊരു ബേബിയാണ് ബ്രിട്ടാസ്. ശുക്രിയ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ബ്രിട്ടാസ് വലിയ പണ്ഡിതനാണ്, വലിയ ചിന്തകനാണ്. മാത്രമല്ല ഇംഗ്ലീഷ് തെറ്റുകൂടാതെ പറയാൻ അറിയുന്ന CPM-ലെ അപൂർവത്തിലെ അത്യപൂർവം പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ്. നമ്മുടെ K. രാധാകൃഷ്ണൻ പിന്നെ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി അറിയാവുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു തീരൂ എന്ന് വാശിയുള്ള ഒരാൾ ഡബിൾ റഹീം. പുള്ളിയുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ വിശ്വവിഖ്യാതമാണ്. പണ്ട് കേരള ഹൈക്കോടതിയിൽ ചേറ്റൂർ ശങ്കർ നായർ എന്നൊരു ജഡ്ജിയുണ്ട്. ഈ ശങ്കർ നായരുടെ കോടതി ചെല്ലുമ്പോൾ എങ്ങാനും കഷ്ടകാലത്തിന് ഇംഗ്ലീഷ് തെറ്റിക്കഴിഞ്ഞു പുള്ളി ചളിക്കളെ. ഈ A. റഹീം എങ്ങാനും ശങ്കർ നായരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പുള്ളിയുടെ കാര്യം പരിങ്ങല്ലായിരുന്നു. The two family attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പക്ഷെ ബ്രിട്ടാസ് അങ്ങനെയല്ല, പുള്ളിക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ടാണ്. തെറ്റുകൂടാതെ ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ആളാണ്. വലിയ വിക്ടോറിയൻ ലാംഗ്വേജ് ഒന്നും, ഓക്സ്ഫോർഡ് ആക്സെന്റും ഇല്ല. നമ്മുടെ ഒരു തിരുവനന്തപുരം സ്ലാങ്ങിൽ വലിയ തെറ്റുകളില്ലാതെ മലയാളത്തിന്റെ ഒരു ഗ്രാമറിൽ ഇംഗ്ലീഷ് പറയുന്ന ആളാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. അദ്ദേഹം അങ്ങനെ പാർലമെന്റിൽ ഇരിക്കുന്ന സമയത്താണ് തമ്പിദുരൈ എന്ന് പറഞ്ഞ പഴയൊരു മെമ്പർ, പുള്ളി നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു. ലോക്സഭയിൽ വളരെ കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ അത്ര സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ. അദ്ദേഹത്തിന്റെ പരമോന്നത നേതാവായിരുന്ന സ്വർഗസ്ഥയായ ജയലളിതയെ ഉദ്ദേശിച്ച് ഓണറബിൾ അമ്മ എന്ന് പറഞ്ഞു. Our honorable former Chief Minister Amma and respected the earlier judgment striking down Nate. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. The earlier judgment striking down Nate. Sir, the review petition, your amma. Sir, the review petition, your amma. തമിഴന്മാരിങ്ങനെയാണ്, വികാരപരമായിട്ടാണ് എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അവർ കാമരാജനെ കുറിച്ച് കാമരാജ് എന്ന് പറയും പെരും തലൈവർ എന്ന് പറയും. അതുപോലെ കരുണാനിധിയെ കുറിച്ച് കലൈജർ എന്ന്, MGR-നെ ഉദ്ദേശിച്ച് പുരട്ചി തലൈവർ എന്ന്, ജയലളിതയെ അമ്മ എന്നുമാണ് അഭിസംബോധിക്കുക. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. അമ്മ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ. അത് എൻ്റെ അമ്മയോ നിങ്ങളുടെ അമ്മയോ അല്ല, ബ്രിട്ടാസിന്റെ അമ്മയോ അല്ല. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഇങ്ങനെ തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. അമ്മ എന്ന് മാത്രം പറഞ്ഞാൽ അത് ജയലളിതയാണ്. അതുകൊണ്ടാണ് അമ്മ ആ സിമന്റ് വരെ ഉണ്ടായിരുന്നു, അമ്മ ക്യാൻറ്റീനുകളുണ്ട്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. കലൈജർ എന്ന് പറഞ്ഞാലും അത്ര. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല. നമ്മളിവിടെ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പുച്ഛിക്കായി. കരുണാകരനെ ലീഡർ എന്ന് I ഗ്രൂപ്പുകാർ വിളിച്ചപ്പോൾ A ഗ്രൂപ്പുകാർ ഡീലർ എന്ന് അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യവും പാരമ്പര്യമാണ് മലയാളികൾ കൂടുതൽ. മലയാളികൾക്ക് ആളുകളെ പുച്ഛിക്കാനറിയും, പരിഹസിക്കാനറിയും. സ്വാഭാവികം. ഇവിടെ ഇതേ നമ്പർ തന്നെയാണ് പാവം ബ്രിട്ടാസ് പയറ്റി നോക്കിയത്. പുള്ളി അമ്മ എന്ന് പറഞ്ഞപ്പോൾ ബിച്ചമ്മ, ഊസമ്മ എന്ന രീതിയിൽ ചോദിച്ചു. ആരുടെ അമ്മ, എവിടത്തെ അമ്മ?
Sir, the review petition, your Amma. ഒരു തവണ ചോദിച്ചപ്പോൾ തമ്പിദുരൈ മൈൻഡ് ചെയ്തില്ല, പുള്ളി ശ്രദ്ധിച്ചില്ല. വീണ്ടും ചോദിച്ചപ്പോൾ തമ്പിദുരൈ ഇറിറ്റേറ്റഡായി. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. പുള്ളി പക്ഷേ ക്ഷമിച്ചു. പോട്ടെ, വിവരമില്ലാത്തവനാണല്ലോ, ബ്രിട്ടാസ് എന്ന് പേരുണ്ട്. ഇവൻ്റെ സ്വഭാവം പൊട്ടാസിൻ്റെയാണ്. അത്രയൊക്കെ പോട്ടുള്ളൂ. ഒരു ഓലപ്പടക്കത്തിൻ്റെ അത്ര സ്ഫോടന ശക്തി പോലും ഇല്ലാത്തവനാണ് ഈ ജോൺ ബ്രിട്ടാസ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പിണറായി വിജയൻ്റെ ഒരു സ്തുതി ഗായകനായതുകൊണ്ട് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വിട്ടു, അത്രേ ഉള്ളൂ. അത് രാജ്യസഭയിലും എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയിലും എല്ലാവർക്കും അറിയാം. പുള്ളി അല്ലാതെ ചോരച്ചാലുകൾ നീന്തി കയറിയ വലിയ ധീരസഖാവൊന്നുമല്ല. ഒരു ലാത്തി ചാർജിലും പുള്ളി അടിമേടിച്ചിട്ട്, എത്തപ്പയുടെ ഒരു സമരത്തിലും പുള്ളി പങ്കെടുത്തിട്ടുണ്ട്. പുള്ളി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ ലക്ഷ്മി നായരുടെ ലാ അക്കാഡമി, ലാ കോളേജിൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. എന്ന് വെച്ചാലും ബ്രിട്ടാസ് എത്രയായാലും ബ്രിട്ടാസ് മാത്രമാണ്, അല്ലാതെ സോമനാഥ് ചാറ്റർജി ഒന്നുമല്ല, ഇന്ദ്രജിത്ത് ഗുപ്തയുമല്ല. അപ്പോൾ അദ്ദേഹം ഇതുപോലെ മൂന്നാമത് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ തമ്പിദുരൈക്ക് വട്ടായി. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തമ്പിദുരൈയെ മാത്രമല്ല ആക്ഷേപിക്കും, തമ്പിദുരൈയുടെ പരമോന്നത നേതാവായിരുന്ന തമിഴകത്തുകാരുടെ മൊത്തം എന്താണ് ചിന്തനൈ ശില്വിയായിരുന്ന സാക്ഷാൽ ജയലളിത. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അപ്പോൾ അദ്ദേഹം മുഖമടച്ച് ഒന്ന് കൊടുത്തു. ഈ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബ്രിട്ടാസിന് തോന്നേണ്ടത് തോന്നി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പുള്ളിയുടെ മുഖത്ത് പണ്ട് തന്നെ ഒരു ചമ്മിയ ഭാവമുണ്ട്. അത് JB ജംഗ്ഷൻ നടത്തുന്ന സമയത്തുണ്ട്. ഒരു വഷളത്തരം ചമ്മിയ ചിരിയും പുള്ളിക്ക് ജന്മസിദ്ധമായി ലഭിച്ചതാണ്. അപ്പോൾ ആ ചമ്മൽ അല്പം കൂടി ഒന്ന് സ്പഷ്ടീകരിച്ചു എന്ന് മാത്രം. വേറെ യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇത് ഈ നാട്ടിലെ DMK-കാർ പോലും എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. കാരണം ഒരു തമിഴനെ ഈ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന അവർക്ക് സഹിക്കാൻ പറ്റും. ഏത് നേരത്താണോ? മലയാളികളാണെങ്കിൽ അപ്പോൾ ആ പാർട്ടിക്കാർ മാത്രമേ ഇത് ആഘോഷിക്കൂ. ഇത് DMK-കാരല്ല, സത്യം പറഞ്ഞാൽ DMK-കാരും TVK-കാരും എന്ന് വേണ്ട മൊത്തം തമിഴന്മാരും ലോകവ്യാപകമായിട്ട് ആഘോഷിക്കുകയാണ് ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ പൊട്ടനെ. തമ്പിദുരൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെരിയ ലീഡർ കൊടുത്ത ചെറിയ ഒരു തലക്കെട്ടൊരു കിഴക്ക്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ മലയാളികളായാലും കഷ്ടമാണ്. മലയാളികൾക്ക് ആളുകളെ പരിഹസിക്കാനുള്ള മാർക്സിസ്റ്റുകാർ വരെ രഹസ്യമായിട്ട് ഇത് കണ്ട് സന്തോഷിക്കും. യവൻ ഇത് കിട്ടിയല്ലോ കർത്താവേ, അല്പം വൈകിട്ടാണെങ്കിലും പുള്ളിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവർ കുരിശ് വരച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. കോൺഗ്രസ്സുകാരുടെ BJP-കാരനും പറയാനുമില്ല. അവരൊക്കെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കൂട്ടി. പക്ഷെ ബ്രിട്ടാസിന് ഒരു ചമ്മലുമില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പുള്ളി ഇതല്ല ഇതിലും വലുത് വന്നാലും ഇതിനേക്കാൾ വലിയ നാറ്റം സഹിച്ചാൽ അതൊക്കെ ഒരു അത്തറിന്റെ പരിമളമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അല്ല, അറിയാണ്ട് ചോദിക്കുക, നീയൊന്നും ഒരിക്കലും നന്നാവില്ല എന്ന് തിളക്കണ ടാറിലിങ്ങനെ കൈമുക്കിയിട്ട് പ്രതിജ്ഞെടുത്തിരിക്കുക. അപ്പോൾ ബ്രിട്ടാസിനെ സംബന്ധിച്ചുള്ള ഈ നമുക്ക് നാറ്റമായിട്ട് തോന്നുന്നത് പുള്ളിക്ക് സെൻറ്റിൻ്റെ പരിമളമായിട്ട് തോന്നും. അതുകൊണ്ട് പുള്ളിക്ക് യാതൊരു നാറ്റവുമില്ല, നാറ്റം ബാക്കിയുള്ളവർക്കാണ്. ഏതായാലും ബ്രിട്ടാസ് സഖാവിന് രാജ്യസഭയിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. ഞാൻ പോവേണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി.